പ്രിയപ്പെട്ടവരെ, ആരിക്കാടിയിൽ അന്യായമായി നിർമ്മിക്കുന്ന ടോൾ ബൂത്തിനെതിരെയുള്ള സമരം അതിശക്തമായി ആക്ഷൻ കമ്മിറ്റി തുടരും. പോലീസ് കൊണ്ടോ ജയില് കൊണ്ടോ അതിനേക്കാളും ഭീകരമായി ഏതെങ്കിലും ഭയപ്പെടുത്തലൊന്നും ഞങ്ങളെ സമരത്തെ തകർക്കാൻ ഒരാൾക്കും കഴിയില്ല. ഇപ്പോൾ ഈ വീഡിയോയിൽ വരുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട രണ്ടാളുകൾ ഫൈസലും നാസറും. അവിടെ ആക്രമണം നടന്നതിന്റെ ഭാഗമായി രണ്ടാളുകളെ പോലീസ് പിടിച്ചു, അറസ്റ്റ് ചെയ്തു, ജയിലിലാക്കി. 24 മണിക്കൂർ കൊണ്ട് നീതിപീഠത്തിൽ നിന്ന് അവർക്ക് ജാമ്യം ലഭിച്ചു. ഞങ്ങൾ സന്തോഷത്തോടു കൂടി അവരെ ഷാളണിയിച്ച് ഈ സമരത്തിന് വേണ്ടി, ഈ നാടിന് വേണ്ടി, ലക്ഷക്കണക്കിന് ടോള് വിരുദ്ധ മനസ്സുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ത്യാഗം നാസറും ഫൈസലും ചെയ്തത്. ഞങ്ങൾ പോലീസിനെതിരെയുള്ള സമരമല്ല, ഒരു ലക്ഷ്യമേ ഞങ്ങൾക്കുള്ളൂ. അന്യായമായി ഈ ടോൾ, അപ്പുറത്ത് റോഡ് പൂർത്തിയാവാത്ത ടോൾ, സർവീസ് റോഡ് നൽകാതെയുള്ള ടോൾ. ഞങ്ങളുടെ 2ാം ഘട്ട സമരം തിങ്കളാഴ്ച കാസർഗോഡിന്റെ ആസ്ഥാനത്ത് ഞങ്ങൾ 2ാം ഘട്ട സമരം ആരംഭിക്കുന്നുണ്ട്. സമരം തുടർച്ചയായി മുന്നോട്ട് പോകും. ഒരു ദിവസം ഈ ടോള് അടച്ചുപൂട്ടി ഞങ്ങളുടെ സമരം ലക്ഷ്യത്തിൽ എത്തുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങളുള്ളത്. നാസറിനും ഫൈസലിനും അഭിവാദ്യങ്ങൾ നേരുന്നു. 8 മാസങ്ങൾക്ക് മുമ്പ് ഈ സമരസമിതിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു സമരം ആരംഭിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞത് ടോൾ വേണ്ട എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോ ആ ടോൾ സമരം എത്തി നിൽക്കുന്നത് ഈ നാടിന്റെ മുഴുവൻ ജനങ്ങളും ഈ സമരത്തെ ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. ഞങ്ങൾ അവിടെ സമരം നടത്തുമ്പോൾ, ആ സത്യാഗ്രഹ സമരത്തിന് ആഹ്വാനം ചെയ്യുമ്പോൾ ഞങ്ങൾ ആ ടോൾ ബൂത്ത് ആക്രമിക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നില്ല. ഞങ്ങൾ അങ്ങനെ ആഗ്രഹിച്ചേയിരുന്നില്ല. പക്ഷേ സ്വാഭാവികമായും അവിടെ ഉണ്ടായിട്ടുള്ള ജനരോഷം മാത്രമാണ് അവിടെ കണ്ടത്. അവിടെ ആക്ഷൻ കമ്മിറ്റി അങ്ങനെ ഒരു തീരുമാനമെടുത്തിരുന്നെങ്കിൽ അവിടെ ആ ടോൾ ബൂത്ത് കാണുമേ ഇല്ലായിരുന്നു. ആ നിലയിൽ പ്രതിരോധിക്കാനുള്ള ശേഷി ഇന്ന് ആക്ഷൻ കമ്മിറ്റിക്കുണ്ട്. ആക്ഷൻ കമ്മിറ്റിയുടെ ഭാഗമായി ആ സമരത്തിൽ പങ്കെടുത്ത സമരപോരാളികൾ ജയിലിൽ കടന്ന് അവർക്കിപ്പോ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. ഈ സമരം കൂടുതൽ ശക്തിയായി ബഹുമാന്യനായ MLA പറഞ്ഞതുപോലെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ സമരത്തിന്റെ ഭാഗമായി നിരവധി ആളുകൾ കേസിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. അവരെയെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഒരാളെയും ഞങ്ങൾ വഴിയിൽ വെച്ച് ഉപേക്ഷിക്കില്ല. ഞങ്ങൾ ഈ സമരം അതിശക്തമായി തന്നെ തുടരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത് വിജയിക്കുന്ന സമരമായി മാറും തീർച്ച.